തൃശൂർ DCCയിൽ വീണ്ടും സംഘർഷാവസ്ഥ. ഓഫീസിൽ ചേരിതിരിഞ്ഞ് ഇരുവിഭാഗവും മുദ്രാവാക്യം മുഴക്കി. കൂട്ടത്തല്ലിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ജോസ് വള്ളൂർ DCC പ്രസിഡന്റ് സ്ഥാനവും MP വിൻസെന്റ് മുൻ UDF ജില്ലാ ചെയർമാൻ സ്ഥാനവും ഒഴിഞ്ഞു. സംഭവങ്ങളൊന്നും ഞാനുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് ജില്ലയിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. പാർട്ടി ഓഫീസിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അത്തരമൊരു സാഹചര്യം വരുന്നത് പാർട്ടിയെ സംബന്ധിച്ചോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ അത്തരം സംഭവങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ജില്ലയിലെ കോൺഗ്രസിൻ്റെ UDFൻ്റെ നേതൃത്വം നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരാളെന്ന നിലയ്ക്ക് ഞാൻ രാജിവെക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു. ഇതിലൊരു നടപടി, ആരുടെ പേരിലൊരു നടപടി ഇല്ല, നടപടിയായിട്ടല്ല, അത്തരം നടപടികളൊന്നുമില്ല. വിവരങ്ങളുമായി ലിഷോയ് ചേരുന്നു. ലിഷോയ്, ഇതെങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം? ഇനി മുന്നോട്ട് എങ്ങനെയായിരിക്കും? ഈ ഇരു വിഭാഗവും എന്താണ് ആവശ്യപ്പെടുന്നത്? അതായത് നിലവിൽ DCC പ്രസിഡന്റും UDF ചെയർമാനും രാജി പ്രഖ്യാപിച്ചു കഴിഞ്ഞു, രാജിവെച്ചു എന്ന് തന്നെയാണ് പ്രവർത്തകരോട് അഭിസംബോധന ചെയ്ത് സംസാരിച്ചിരിക്കുന്നത്. ഈ DCCയിൽ നടന്ന ഈ ഒരു കൂട്ടത്തല്ല് അത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ അല്പസമയം മുമ്പ് പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചപ്പോൾ ഈ തൃശ്ശൂരിൽ K മുരളീധരൻ ഉണ്ടായ തോൽവി, ആ തോൽവിയുടെ പൂർണ്ണ ഉത്തരവാദിത്വവും താൻ ഏറ്റെടുക്കുന്നു, അതുകൊണ്ട് ഈ സ്ഥാനത്ത് നിന്ന് ഒഴിയുകയാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതിനോടൊപ്പം തന്നെ UDF ചെയർമാൻ MP വിൻസെന്റും പറഞ്ഞത് ഈ കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരിക്കലും ഇവിടെ DCC ഓഫീസിൽ നടക്കാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട്, ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജി പ്രഖ്യാപിക്കുകയാണെന്നാണ് അദ്ദേഹവും വ്യക്തമാക്കിയത്. എന്തായാലും DCCയിലെ കൂട്ടത്തല്ലുമായി ബന്ധപ്പെട്ടും K മുരളീധരൻ്റെ തോൽവിയുമായി ബന്ധപ്പെട്ടും തൃശ്ശൂർ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയിലുള്ള ഈ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല, തുടരുക തന്നെയാണ്. നിലവിൽ ജോസ് വള്ളൂർ ഇതുവരേക്കും മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യങ്ങളെല്ലാം തന്നെ പ്രതികരിക്കാനോ ഒന്നും തന്നെ തയ്യാറായിട്ടില്ല. നമ്മൾ അദ്ദേഹത്തെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. എന്തായാലും ഈ ജില്ലാ കമ്മിറ്റിയുടെ താൽക്കാലിക ചുമതല പാലക്കാട് MP VK ശ്രീകണ്ഠന് നൽകാനാണ് നിലവിൽ സംസ്ഥാന നേതൃത്വം തീരുമാനം.